എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ മുതൽ നടക്കും. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സോൺ വൈസ് സ്പോട്ട് അഡ്മിഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ വേക്കൻസി പൊസിഷനും വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരു PDF-ലാണ് ഈ ഒരു വേക്കൻസീസൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോഴ്സിലും ഏതൊക്കെ കാറ്റഗറികൾക്കാണ് സീറ്റുള്ളത്, അതുപോലെ ജനറൽ കാറ്റഗറിയിൽ സാധാരണ ഇതിൽ സീറ്റ് കാണിക്കുന്നുണ്ട്. ചില കോളേജിൽ സീറ്റ് കാണിക്കുന്നില്ല, ചില കോളേജിൽ ചില കോഴ്സുകൾക്ക് സീറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ നോക്കിയിട്ട് വേക്കൻസി എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന എല്ലാവിധ കോളേജുകളുടെയും എല്ലാവിധ കോഴ്സ് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ സോൺ വൈസ് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അതായത് ആലപ്പുഴ മേഖലയിലെ കോളേജുകളിലേക്ക് August 8-നും കൊല്ലം മേഖലയിലെ കോളേജുകളിലേക്ക് August 9, 10 തീയതികളിലും തിരുവനന്തപുരം മേഖലയിലെ കോളേജുകളിലേക്ക് August 12, 13, 14 തീയതികളിലും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഏതൊക്കെ കോളേജുകളാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്, അതുപോലെ തന്നെ എയ്ഡഡ്, സ്വാശ്രയ, അതുപോലെ UIT അതായത് IHRD കോളേജുകളിലെ 1-ാം വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് മേഖലാ തലത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും സ്വാശ്രയ കോളേജിലെയും ഒക്കെ, അതുപോലെ തന്നെ UIT, അതുപോലെ തന്നെ ഈ ഒരു IHRD എന്നിങ്ങനെയുള്ള എല്ലാവിധ കോളേജുകളിലേക്കുമുള്ള ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനറൽ അലോട്ട്മെൻറ്റുകളിൽ ആദ്യ ഓപ്ഷനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രസ്തുത കോളേജിൽ അഡ്മിഷനിൽ തുടരുന്ന വിദ്യാർത്ഥികളെ SC ST PWD വിഭാഗക്കാർ ഒഴികെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ള SC ST PWD വിഭാഗക്കാർ ഒഴികെ ഉള്ളവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഇനി മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആലപ്പുഴയിൽ ആണെങ്കിൽ August 8-നാണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും, അതുപോലെ തന്നെ മാർ ഗ്രിഗേറിയസ് കോളേജ് പുന്നപ്രയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ കൊല്ലം ജില്ലയിൽ ആണെങ്കിൽ August 9, August 10 തീയതികളായിട്ടാണ് നടക്കുന്നത്. August 9-ന് BSc, BCom, BCA, BBA, BSW, BVOC, BMS, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നിവയും, അതുപോലെ August 10-നാണെങ്കിൽ BA വിഭാഗത്തിൽപ്പെട്ടുള്ള എല്ലാവിധ കോഴ്സിലേക്കുമാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ SN കോളേജ് കൊല്ലത്ത് വെച്ചിട്ടാണ് അത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് ആണെങ്കിൽ August 12-ാം തീയതി എല്ലാ BSc കോഴ്സിലേക്കും, August 13 BCom, BCA, BBA, BSW, BVOC, BMS, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നിവയിലേക്കും, August 14-ന് എല്ലാവിധ BA കോഴ്സുകളിലേക്കുമുള്ള അലോട്ട്മെൻറ്റാണ്, സ്പോട്ട് അഡ്മിഷനാണ് നടക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാൾ പാളയത്ത് വെച്ചിട്ടാണ് കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായിട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയും ആണ്. ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം, അതായത് ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷകർത്താവിനെ അയക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം യോഗ്യതയും, അതുപോലെ തന്നെ ജാതിയും, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഫോർ SCBC കാൻഡിഡേറ്റ്സ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC ST കാൻഡിഡേറ്റ്സ്, EWS സർട്ടിഫിക്കറ്റ് ഫോർ EWS കാൻഡിഡേറ്റ്സ് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ഉണ്ടായിരിക്കണം. അതായത് എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പികളാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും, അതായത് TC വേണ്ട, എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പികളാണ് കൊണ്ടുപോകേണ്ടത്. ഇനി മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള കോളേജുകളിൽ പ്രോസ്പെക്ടസ് നമ്പർ 73, 74 നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഒഴിവുള്ള SC ST സീറ്റുകളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. പ്രസ്തുത വിഭാഗങ്ങളിലെ കുട്ടികളുടെ അഭാവത്തിൽ ആ സീറ്റുകൾ അതത് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നികത്തപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുകയില്ല. ഇതുവരെ അഡ്മിഷൻ ഫീ അടക്കാതെ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസിനത്തിൽ SC ST വിഭാഗങ്ങൾക്ക് 930 രൂപയും, അതായത് 930 രൂപയും അതുപോലെ തന്നെ
മറ്റ് ജനറൽ സംവരണ വിഭാഗങ്ങൾക്ക് 1850 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ 930 SC/ST ആണെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിൽ 1850 ഫീസ് വരിക. ഇതിനായിട്ട് പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നാളെയാണ് പോകുന്നതെങ്കിൽ നാളെ തന്നെ ആ ഒരു പൈസ അടക്കണം. മുമ്പ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പ്രസ്തുത പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ കോപ്പി കയ്യിൽ കരുതേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് മുമ്പ് അലോട്ട്മെൻറ്റ് കിട്ടിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യം അടച്ചതിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ ആ റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. ഇനി വിവിധ മേഖലകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോളേജുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.